ബിഗ് ബോസ് അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡ് 4. റെനീഷ ഇന്ന് പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ. ഇന്നലെ അവിടെ ജഡ്ജസിന്റെ കസാലേന്റെ നടുവിലായിരുന്നെങ്കിൽ ഇന്ന് കണ്ടസ്റ്റൻസിന്റെ ഇടയിലാണ്. അമ്മാതിരി ഈന്റെ മോനെ, എനിക്ക് ഈ ക്രിഞ്ച് കാണുമ്പോഴാണ് ഞാൻ നോർമലായിട്ട് നടന്നു വന്നുള്ള കാര്യം പറഞ്ഞു. അതിന് ഈ സാധനങ്ങൾ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് പോലെ തോന്നി. പിന്നെ വേറൊരു വലിയ സംഭവം ഉണ്ടായി. എപ്പിസോഡ് കണ്ടപ്പോ ഈ നോട്ട് ചെയ്തില്ല അങ്ങനെ അവൻ വായ തുറന്നു. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അവന്റെ ശബ്ദം കേട്ടു. അവൻ കേട്ടോ. കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് അന്നെ ഞങ്ങള് കണ്ടിട്ടേ ഇല്ല. എന്നിട്ടാണ് ഈ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടില്ലെന്ന് പറയുന്നത്. അതാണ് കണ്ടസ്റ്റൻസ് പലരും വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ കട്ട് ചെയ്തു, ഞങ്ങൾ സംസാരിച്ചു. നമ്മുടെ മുന്നത്തെ വീഡിയോയില് മറ്റേ സിംജിത്ത് പറഞ്ഞ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് അവര് നമ്മളതില് വീഡിയോയില് പറഞ്ഞു എന്താ അധികം സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞു കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ വീഡിയോസ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലേ. ഇനിയെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കുക. ഇതിനകത്തുനിന്ന് അവര് തോന്നിയത് അവർ പുറത്ത് കാണിക്കും. മനസ്സിലായോ? അവർക്ക് തോന്നിയത് അവർ പുറത്ത് കാണിക്കും. ഇപ്പോ ഈ അഗ്നിപരീക്ഷയെ പോയ ഇവരെങ്കിലും കണ്ടസ്റ്റൻസ് വന്ന് പറഞ്ഞപ്പോ കുറച്ചാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ത് ഇത് കാണിക്കുന്നത് ഇങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇനി പോകുന്നവര് ഇപ്പൊ നമ്മള് പറഞ്ഞ സമയത്തൊക്കെ ഇവര് വിചാരിച്ചെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നുണ അറിയാം. നമ്മളൊക്കെ പറയൂലോ, എടാ ഞാനുള്ളത് കാണിച്ചില്ല, ഞാനാ പറഞ്ഞത് കാണിച്ചില്ല എന്നൊക്കെ ഓരോ കണ്ടസ്റ്റന്റ് ഇറങ്ങി പറയുമ്പോ നാട്ടുകാർ ഇത് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ കുറെ ആൾക്കാർക്ക് കണക്ട് ആയിട്ടുണ്ടാവും. അവര് വെട്ടും, അവർക്ക് തോന്നിയത് അതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അവർക്ക് തോന്നിയ സാധനങ്ങൾ അവർ കാണിക്കും, തോന്നിയവരത് കാണിക്കും. ഓക്കെ, അതിനപ്പുറത്തേക്കൊന്നും അവർ വിടാൻ പോണില്ല പുറത്തേക്ക്. അപ്പൊ ഇനി പോണവരോടാ പറയുന്നത് അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ബിഗ് ബോസിൽ പോയാൽ മതി. അതാണ് ബിഗ് ബോസ്. വിചാരിച്ച സാധനം വിചാരിക്കുന്ന സാധനം പുറത്തേക്ക് വരിക. അവര് വിചാരിക്കും അവരുടെ പെർസ്പെക്റ്റീവ് ആംഗിൾസ് ഉണ്ട്, കുറെ അവരുടെ കുറെ സ്റ്റോറി ലൈൻസ് ഉണ്ട്. അതല്ലാതെ അവരൊന്നും കാണിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിന്റെ എക്സ്ട്രാ സാധനം ഒന്നും വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി ആരും കയറി കൊടുക്കണ്ട. ഓക്കെ, റഫ് ആൻഡ് ടഫ് ആകില്ല, അതിനും വലുത് റഫ് ആൻഡ് ടഫ് പഴയ ജീൻസിന്റെ പരസ്യമാണ്. ചെങ്ങായിക്ക് ഇപ്പൊ അത് പറയാൻ പറ്റിയ ടൈമുമാണ്. അല്ല, കംപ്ലീറ്റ്ലി എയറിൽ നിൽക്കുമ്പോഴാണെങ്കിൽ റഫ് ആൻഡ് ടഫ് പറഞ്ഞിട്ട് ചെങ്ങായിന്റെ. അപ്പൊ അങ്ങനെ 4 ടീമായിട്ട് ഇരിക്കുന്നു. എഗെയിൻ പക്ഷെ പറയട്ടെ, കമ്പാരിറ്റീവ്ലി എനിക്ക് അഖിൽമാരൻ ഭയങ്കര ഇഷ്ടം. ഒന്നാമത് അതില് വീഡിയോ ഇതിലാണെങ്കിൽ ഇതില് ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ പറയാലോ, ഇതിൽ അഖിൽമാരാണ്. ഈ 3 രഞ്ജിനി എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ആണ്. ചിലപ്പോ ഓൺ ആവും, ചിലപ്പോ ഓഫ് ആവും. പക്ഷെ ത്രൂ ഔട്ട് ഈ 4 എപ്പിസോഡ് കണ്ടതില് മാരാരാണ് ഈ പറഞ്ഞ ജഡ്ജസിന്റെ ഭാഗത്തുനിന്ന് ഒരു പക്ക ജഡ്ജ് എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. അത് അയാൾ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ബിഗ് ബോസ് വരുമ്പോ അയാൾ വേറെ ലെവലാണ്. അത് സെറ്റാണ്. പുറത്ത് പിന്നെ അയാളുടെ പൊളിറ്റിക്കൽ പുറത്താണെങ്കിലും അയാളുടെ എനിക്കെന്താ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ സംസാര രീതി എനിക്കിഷ്ടം. ഭയങ്കര എനിക്കിങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്ന സ്ഫുടതയോടെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോ 4 ടീമായിട്ട് തിരിച്ചു. അഖിലിന്റെ ടീം, റിയാസിന്റെ ടീം, രഞ്ജിനിയുടെ ടീം, പിന്നെ മറ്റേക്ക് പണിയും കിട്ടി. അയാളുടെ ടീമിനെ ആദ്യം പറഞ്ഞു വിട്ടു. അല്ല, പിന്നെ ഇത് പറഞ്ഞു എന്താ മറ്റേ ഇന്നലെ എപ്പിസോഡില് റാഷ എന്തോ ക്യാപ്റ്റനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ടീമില് ആരെയും ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തിട്ടില്ല. ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ നന്നായി. കാരണം ക്യാപ്റ്റനെ തിരഞ്ഞെടുത്താൽ ക്യാപ്റ്റന് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കണല്ലോ. അല്ല, അത് മാത്രമല്ല ബാക്കിയുള്ളൊരു കുറ്റം ഉള്ളേക്കണല്ലോ. അല്ല, അതിനൊരു ബേർഡനുമാണ്, എക്സ്ട്രാ ഒരു ബേർഡനും. ഇത് തോറ്റ് കഴിഞ്ഞാൽ പറയും ക്യാപ്റ്റൻ കാരണം തോറ്റെന്ന് അറിയും. അതെ, അപ്പൊ അതങ്ങനെ ഒരു വഴിക്ക് തെരഞ്ഞെടുപ്പും പരിപാടികളും കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവര് ടാസ്ക് എന്താണെന്നുള്ളത് നറേറ്റ് ചെയ്തപ്പോ അതിലെ ഫുഡിന്റെ പോർഷൻ അല്ലെ, ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഡംബലും ബാർബലും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫുഡിന്റെ അത് പ്രോപ്പർട്ടി വെച്ച് ആക്ട് ചെയ്യുക. അപ്പൊ അത് ഫേക്ക് വെയിറ്റ്സ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് പൊക്കുക താത്ത എന്നുള്ള പരിപാടി, അത് എന്റർടൈൻമെന്റ്. ആ ഫസ്റ്റ് ടാസ്ക് എന്റർടൈൻമെന്റ് ആണ്. സെക്കൻഡ് കുറച്ച് ടഫ് കൂട്ടത്തിൽ. കാരണം ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ ചുമ്മാ നമ്മളോട് ഒരാൾ വന്നിട്ട് ഫുഡ് ചലഞ്ച് വെച്ചാൽ നമ്മൾ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഒരു സമയമൊക്കെ വെച്ചിട്ട് നമ്മളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ടഫ്. അപ്പോ വേറെ കാര്യമുണ്ട്, ഈ മന്തി ആ പ്ലേറ്റ് നിറച്ച റൈസും ഒരു ഫുള്ള് കോഴിയും വെച്ച് കഴിഞ്ഞാൽ പിന്നോട് കോഴി കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ 4-5 അകത്താക്കും. ഒരു ഫുള്ള് കോഴീനെ ഞാൻ എടുത്ത് കയറ്റും. 4 സിമ്പിൾ ആയിട്ട് കയറ്റും. റൈസ് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് പാടാ.
സീരിയസ്ലി വെരി ടഫ്. അതും ഈ പറഞ്ഞ മന്തി റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങോട്ട് ഡ്രൈ ആവും. ഞാൻ അപ്പൊ അതൊരു സൈഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പ്ലസ് അതിന്റെ ഒപ്പം യോഗട്ട് അല്ലല്ലോ, ലസ്സി ബർഗറും ഉണ്ടായിരുന്നു. ബർഗറും അതന്നെ ഒരു ട്രിപ്പിൾ ഡെക്കർ ബർഗറാന്ന് തോന്നുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയായിരുന്നു ആ പൈപ്പിന്റെ മുകളിൽ കൂടി നടന്നു പോകാൻ വേണ്ടി. അതെനിക്ക് അത്ര ടഫായിട്ട് തോന്നിയില്ല. ആ ബോളൊന്നും അങ്ങനെ വീഴും തോന്നില്ല. പൈപ്പിനുള്ളിൽ കറക്റ്റ് ഇറങ്ങിയിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ദെൻ അതിനുശേഷം മാച്ച് ബോക്സ് ഫ്ലിപ്പ് ചെയ്യുക, അതും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ എല്ലാവർക്കും, കാരണം എല്ലാവരും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കോളേജിലൊക്കെ നമ്മൾ പെൻ ഫൈറ്റും ഇങ്ങനത്തെ ഫ്ലിപ്പിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം അതും ഈസിയാണ്. പസിൽസ് ഒട്ടിക്കുന്നതും കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുമ്പോൾ ബേസിക് സാധനമാണ് എന്ത് പസിൽ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ എന്താണെങ്കിലും കണ്ടിട്ടുണ്ടാവും, ട്രൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് പണ്ട് കാലത്ത് പസിലൊക്കെ മേടിച്ചിട്ട് നമ്മളത് ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എല്ലാ ടീമിനെയും വിളിക്കുന്നു. ഓരോ ടീമിനും ഓരോ മിനിറ്റ് വീതം ആലോചിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഒരു സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് മെനയാൻ വേണ്ടി കൊടുക്കുന്നു. അതിനുശേഷം താഷിയൊക്കെ ഉള്ള ടീം, ഫസ്റ്റ് ടീം അഖിൽമാരാരുടെ ടീമാണ് ആദ്യം പോയത്. അവരിൽ ഫുഡിന്റെ സെക്ഷനകത്ത് ആ ജിമ്മെന്ന് വന്നത് അഭിരാം എന്നാണ് ആ ചെക്കൻ്റെ പേര്. അഭിരാം മലപ്പുറം. ഓക്കെ. 2 ജെൻഡർ സ്ക്വാഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിയാസിന് കണ്ടുപിടിക്കാൻ തോന്നുന്നില്ല, ആണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയാണ് ഇതിന്റെ ഒരു കേട്ടുകൾ. എങ്ങനെ എടി അതല്ല, ഇവര് മറ്റേ ആന്റി LGBTQ അഭിഷേകല്ലേ, അഭിഷേകിന്റെ ഫ്രണ്ട് ആണോന്ന് പറയാൻ പാടില്ല. ഇനിയിപ്പോ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സാധനം ഞാൻ കേട്ടു. റൈറ്റേഴ്സ് നിങ്ങളുടെ ഇവൻ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ഒരു ടീമിന്റെ. അപ്പൊ റിയാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു വടക്ക് ചോദ്യം. നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആവുമെന്ന്, അത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കൺസിഡറേഷൻ കൊടുക്കും എന്നിട്ട് അങ്ങനത്തെ ഒരു വടക്ക് ചോദ്യം റിയാസ് ആർക്ക് ഇവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ പിന്നെ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് അങ്ങനെയാണ്. എന്താണെങ്കിലും ചെങ്ങായി അത്യാവശ്യം ജിമ്മിൽ പോയി. ചിലവർക്ക് ഒരു ധാരണ ഉണ്ട്, ജിമ്മിൽ പോയാ നന്നായിട്ട് കഴിക്കും, ജിമ്മിൽ പോയാൽ കഴിക്കൂലേ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ജിമ്മനാന്ന് വിചാരിച്ചിട്ട് എല്ലാം വാരി വലിച്ച് തിന്നാൻ പറ്റൂല. ജിമ്മിൽ പോയാൽ അങ്ങനെ വാരി വലിച്ച് തിന്നാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്ന പോലെയാണോ, ഞാൻ വാരി വലിച്ച് തിന്നും. അല്ലാതെ അത് ബോഡി ഹെൽത്ത് നോക്കിയിട്ടല്ല, വേറെ സംബന്ധിച്ച് ഹെൽത്ത് നോക്കിയിട്ടല്ല. നീണ്ട ചെക്കനോട് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ കഴിച്ച ശീലമല്ല, ഞാൻ ഭയങ്കര മിനിമൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാ, അപ്പൊ വലിച്ചു വാരി തിന്നുന്നതല്ല. പിന്നെ അഖിൽമാരാറിന്റെ പുത്രൻ ഉണ്ടായിരുന്നു, ഈ ചെക്കന്റെ പേര് ഷിജു എന്തായിരുന്നു ഈ ചെക്കന്റെ പേര്, എന്തോ ആണോ അവന്റെ പേര്. അഖിൽമാരാറിന്റെ മരമാണെന്നാണ് പേരെന്തേന്ന് ചെക്കന്റെ, അങ്ങനെന്തോ ആണ് ആ ചെക്കന്റെ പേര്. ഒരു കട്ട അഖിൽമാരാർ ഫാനാണ് ആ ചെക്കൻ പറഞ്ഞ ചെക്കൻ. അപ്പൊ ആ ചെക്കൻ ഇതേപോലെ നന്നായിട്ട് ചെയ്തു. അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തു. മന്തി സാധനമൊക്കെ ആ ചെക്കൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് അങ്ങനെ വലിയ ഭീകരമായ പെർഫോമൻസ് ഒന്നുമില്ല, അവരങ്ങനെ ചെയ്തിട്ട് പോയി. അതിനുശേഷം അടുത്ത ടീം വന്നു. നെക്സ്റ്റ് ടീം വന്ന സമയത്ത് ഈ പിന്നെ അതിലും പറയണ്ടല്ലോ 3 പേര് അത് പിന്നെ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ തമ്മിൽ 3 ദിവസം കൊണ്ട് ഇനിയിപ്പോ എന്ത് വേസ്റ്റ് അല്ലാത്ത പെർഫോമൻസ് ഉള്ളത്, അതൊക്കെ ഒരു ഗസ് പോലെ അടിച്ചിട്ട് പോവാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഫ്രീ ഷോട്ട് പോലെയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരാളെ പേര് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപോലെ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോവാ. പിന്നെന്ന് പറഞ്ഞാൽ ഈ ആദ്യം ആ പെർഫോമൻസ് ഡംബലും സാധനമൊക്കെ വെച്ച് പെർഫോം ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്, അല്ലെങ്കിൽ അതിൽ ടൈം പോയി എന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ ആദ്യം പിടിച്ചിടും. എല്ലാ ടീമിലും ആ 2 ആളെ പിടിച്ചിട്ട് ആദ്യം വോട്ടിങ് ഇട്ടിട്ട് പിന്നെ പസിൽ ചെയ്യുന്ന ഒരാളെയും പിടിച്ചിട്ട് കഴിഞ്ഞാൽ സംഗതി ഈ ഒരു പാറ്റേൺ ആണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേതിന് സമയം എടുത്ത് ഫുഡ് കഴിക്കാൻ എന്നെ പറഞ്ഞുകൂടായിരുന്നില്ലേ, സെക്കൻഡിലാണ് പൂജേന്റെ ടീം, സെക്കൻഡ് റൗണ്ടിലാണ് പൂജേന്റെ ടീമും ഇവരൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ പൂജേന്റെ ടീമും ബാക്കിയുള്ളവരൊക്കെ വന്ന സമയത്തും ഈ പറഞ്ഞ പോലെ എന്തായി, കുറച്ചൊരു പൂജേന്റെ ടീം മറ്റേ ടീം ചെയ്യണതിന്റെ ഇടയിൽ പൂജേനെ ഒന്നും പിടിച്ച് റോസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാം. ഫസ്റ്റ് ചെയ്യുമ്പോ അതായത് ഇതിനകത്ത് ഞാൻ പറയാ, പൂജ ഹൈപ്പർ ആണോ എന്ന് ചോദിച്ചാൽ ഹൈപ്പർ ആണ്. അതിനെന്തെങ്കിലും സീനുണ്ടോ?
എനിക്ക് ആ കുട്ടി അഭിപ്രായം ഒരു പ്രശ്നം തോന്നി, ഒരു കുഴപ്പമില്ല. ഒരു Big Boss ല് കുഴപ്പമില്ല. അങ്ങനത്തെ ആൾക്കാരല്ലേ വേണ്ടത്. അതെ, ഇവർ ഈ ഒരുമാതിരി സത്യത്തില് രഞ്ജിനിക്ക് ഒരു പേഴ്സണൽ എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെ. കുട്ടി കുറച്ച് ഓവർ ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നുള്ളത് കുട്ടി കറക്റ്റ് അല്ല ചാനലൈസ് ചെയ്യുന്നത്. എന്ത് ആ ഓവർ ഹൈപ്പ് സാധനം വെക്കുന്നത് പേഴ്സണാലിറ്റിക്ക് മോശമുള്ള പോലെയൊക്കെ പറയുന്നുണ്ട്. ഇനി അതേപോലെ വേറെ കാര്യമുണ്ട്, നമ്മള് കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ കാണില്ലല്ലോ. അല്ല, കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഒന്നുമില്ല എന്നാ അവര് പറയണേ. അവരതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നാ പറയുന്നത്. ഇത് ഇവിടെ കിടന്ന ആ കുട്ടി ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആരാരെ ടീമാ കളിച്ചു, അപ്പം ആരാരെ പൂജ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒച്ചയും വിളി ഉണ്ടാക്കി. അപ്പോഴാണ് രഞ്ജിനി പറഞ്ഞത്. അല്ല, പിന്നെ ടാസ്ക് എങ്ങനെ രസം ഉണ്ടാവുക? പുറത്തുനിന്ന് ആൾക്കാർ ഇതിനെ കുറിച്ച് പറയണ്ടേ? പിന്നെ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഈ ഒരു എപ്പിസോഡിൽ പൂജ ഔട്ടാണ്, മനസ്സിലായോ? ബാക്കി ഇവര് രക്ഷിച്ച ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പൂജ ഔട്ടാവേണ്ട ആളൊന്നുമല്ല. അതൊരുമാതിരി മറ്റേ സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറഞ്ഞു ഇതിനിടയിൽ. ഏതറിയോ? അത് ഞാൻ വെക്കാം. ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾക്ക് ബിഗ് ബോസിൽ അല്ലാതെ മിണ്ടാതെ ഇരുന്നിട്ട് എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കണോ? പറയണ പോലെ അലമ്പ് കാണിക്കണ്ടേ എന്തായാലും. ഇത് അലമ്പ് കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങൾ ആരും ആക്റ്റീവ് അല്ല. അലമ്പ് കാണിച്ചാൽ പറയും നിങ്ങളെല്ലാരും അലമ്പിച്ചത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് ബിഗ് ബോസിന്റെ, ഇത് മെയിൻ ഷോന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം. മിണ്ടാതിരുന്നാ പറയും ആക്റ്റീവ് അല്ല, മിണ്ടി തുടങ്ങിയാൽ പറയും അലമ്പാണെന്ന്. ഈ സാധനം ഭയങ്കര ഒരു വിഷയമാണ്. ഇപ്പൊ രണ്ടാമത്തെ ടീം ഈ പൂജന്റെ ടീമാണ് വന്നത്. അവരുടെ ടീമില് മറ്റേ ഫുഡ് കഴിച്ചിരുന്ന 2 ചേച്ചിമാരായിരുന്നു. അവര് രണ്ട് ചേച്ചിമാരായിരുന്നു, 2 ആൾക്കാരായിരുന്നു. അവര്, ഞാൻ വിചാരിച്ചു അവര് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ രഞ്ജനയോ അതാണ് ഒരാളുടെ പേര്, ആ ലസ്സി കുടിച്ചതും ബർഗർ എന്നതും. അവരത് ഫുള്ള് തിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് മന്തിയും കഴിച്ചു. അവര് കൂട്ടത്തിൽ അതും കഴിച്ചു. അത് അടിപൊളി പെർഫോമൻസ് ആയിട്ട് നന്നായിട്ട് അവർ ആ ഫുഡ് കഴിക്കണ ഫുഡ് കഴിക്കണ ആകാൻ ടഫായിരുന്നു. അതിന് മുന്നേ വേറെ കാര്യമുണ്ട്, മറ്റേ പൂജയും മറ്റേ പെൺകുട്ടിയും കൂടി വെയിറ്റ് വെക്കണ സാധനം കഴിക്കുമ്പോ മറ്റൊരു ഇവളെന്താ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത്, അവരുടെ ടീമിന് മൊത്തം ഒരു കോർഡിനേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, ഇവർ രണ്ടുപേരും മാറി സംസാരിക്കണ അതിൽ കാണിക്കണ്ടായിരുന്നു. അപ്പൊ ഇവര് ഡിസ്കസ് ചെയ്താണ് ഇങ്ങനെ ചെയ്താൽ മതി എന്നാവും വിചാരിച്ചിട്ടുണ്ടാവും. അവർക്ക് അതൊരു ചെറിയൊരു സീൻ ആ മൊത്തത്തിൽ ആ ടീമിന് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവരത് റിക്കവർ ചെയ്തു. പൈപ്പ് കൂടി നടക്കുന്നതാണെങ്കിലും പസിൽ വെക്കുന്നതൊക്കെ ആണെങ്കിലും റിക്കവർ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബ്ലെയിം ഗെയിം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇന്നത് ചെയ്താൽ നന്നായിരുന്നു, മറ്റത് ഇത് ചെയ്താൽ നന്നായിരുന്നു പറഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരാതിപ്പെട്ടിയൊക്കെ തുറന്ന് അവർ സംസാരിച്ചിട്ട് പിന്നെ അതൊന്നും ഈ പറഞ്ഞ പോലെ 3 പേരെ ഡേഞ്ചർ സോണിൽ കൊണ്ടുപോയിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് ടീമിനകത്താണ് ഏറ്റവും കോമഡി ഉണ്ടായത് മോളെ. നെക്സ്റ്റ് ടീം വന്നപ്പോൾ ഞാൻ ഈ അഫിനിയാസും ഷാമോനും ഫുഡ് കഴിച്ചിരുന്നത്. ഓക്കെ, അവർ 2 പേരെ ഫുഡ് കഴിച്ചത്. ഈ ഷാമോൻ ആദ്യം തിന്നു തുടങ്ങി. രഞ്ജിനിക്ക് അത്ര കരിനാക്ക് കൊണ്ടുപോകുന്നുണ്ട്. രഞ്ജിനി അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ഗ്ലാസിന്റെ മറ്റേ കൂടാരം ഫുള്ള് പൊട്ടിച്ചു. ഷാമോൻ സിമ്പിൾ ആയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോണ മാതിരി ഇരുന്ന് കഴിച്ചിട്ട് എല്ലാം തീർത്തു എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ വാള് വെക്കാൻ വേണ്ടി അയാളോട് രഞ്ജിനി പറഞ്ഞ നാക്ക് വായന് വിട്ടില്ല. അതിന് മുന്നേ ദാ അടക്കണിട്ടും പടയെ പോയി ഛർദിക്കാൻ പോയി. ഇതില് മറ്റേ ഇത് ഫ്ലിപ്പ് ചെയ്തില്ലേ, ഈ സാധനം ഫ്ലിപ്പ് ചെയ്യുന്ന ടാസ്ക് ഇവരാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സ്പീഡിൽ പെട്ടെന്ന് തീർത്ത് വിട്ടേ തോന്നുന്നു. അത് അടിപൊളിയായിട്ട് അവർ ചെയ്തു. ഒരു മറ്റേ മാച്ച് ബോക്സ് ഫ്ലിപ്പ് ചെയ്യുന്ന സാധനം പെട്ടെന്ന് തീർത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്തായി, ആ റൗണ്ടിൽ ഒരു അഡ്വാൻറ്റേജ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പൊ ഫുഡിന്റെ അടി ഉണ്ടായത്. ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞപ്പോ മറ്റൊരു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുണ്ട്. അതായത് മൊത്തത്തിൽ എല്ലാ ടീമിനകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ ഉള്ള സമയം കൊണ്ട് ഇംപ്രസ് ചെയ്യണമല്ലോ. അപ്പൊ മാക്സിമം ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിമും പരിപാടിയൊക്കെ ഇടാതിരിക്കണമൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ ലാസ്റ്റ് വന്ന ടീം, ഏറ്റവും ലാസ്റ്റ് വന്ന ടീമില് ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. ആ മറ്റേ ഇത് കൂടി നടക്കില്ല, റാമ്പ് കൂടി നടക്കണേല് അമൽ എന്നാണ് ആ ചെക്കന്റെ പേര്. ഒരു ചെറുതുണ്ട് അമൽ. ഇവൻ കിളി വെട്ടിയ പോലെ ഇവ അവിടെ നോക്കി ബാക്കിയുള്ളവരെ ചീത്ത പറയാ. അവിടെ നോക്കി ബാക്കിയുള്ളവരെ ചീത്ത പറയാ. ഓന് നടക്കാനും പറ്റണില്ല. അതാ രസം. ഓനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ അങ്ങോട്ട് പോവാ. ഓനാകെ കിളി വെട്ടിയ പോലെ നടക്കണ്ടേ. ഓന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലോ എന്താ ചെയ്യണെന്നുള്ളത്. അത് ചാടി മറ്റേ പോഡിയം പൊട്ടിച്ചതിനിടയിൽ അങ്ങനെ അവരിതും തീർന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 3 ടീമിൽ നിന്നും വേസ്റ്റ് പെർഫോമർ ആയിട്ടുള്ളതും ആൾക്കാരും പിന്നെ കഴുത്തുകൂടി ഇൻഫിനിറ്റി സാധനം കിട്ടിയ ആൾക്കാർ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ചെയ്തതിന് ശേഷം മറ്റേ ജയിച്ച ടീമിനെ വിളിച്ചു. 3 പേര് സേഫായി. അവര് ഒരു ടീമിനകത്ത് വേസ്റ്റ് പെർഫോമൻസ് ഉള്ളവരൊക്കെ അവര് സേഫായി പോയി. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അവര് എല്ലാരെയും വിളിച്ചു നിർത്തിയിട്ട്, അതായത് ഇപ്പൊ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, കുറച്ച് ആൾക്കാരെ അവര് ഡേഞ്ചർ സോണിലുള്ളവരെ വിളിച്ചു നിർത്തിയിട്ട് ആർജേനെ പറഞ്ഞയച്ചു. ആർജേനെ പറഞ്ഞയച്ച വഴിക്ക് ആർജെ മറ്റേ ഈ സോണിയ ഫ്രാൻസിസോ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ പറഞ്ഞിട്ട് പോയത്
ഏത് പറഞ്ഞതിനെ കുറിച്ച് പറയണത്? ഏത് എന്തോ പറഞ്ഞതിനെ കുറിച്ച് അല്ല, അത് അവര് പേഴ്സണലി അവിടെ ഫ്ലോറിന്ന് എന്തോ പറഞ്ഞ സമയത്ത് അത് പിന്നെ ഈ അനഘ പറഞ്ഞത് മറ്റേ കുട്ടിക്ക് പറ്റിയില്ല, പറ്റാത്തപ്പോൾ അവര് തമ്മിൽ എന്തോ പേഴ്സണലി സീൻ ഉണ്ടായിട്ട് അതിന്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞതാണ്. ആൻഡ് അവര് പറഞ്ഞത് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ അനഘ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു. എന്റെ കണ്ണിൽ ഈ അനഘ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു അനഘയ്ക്ക്. അനഘ അവിടെ നിന്ന് കുറച്ചും കൂടി സംസാരിക്കുമായിരുന്നു. മറ്റേ ലേഡി അവിടെ, അതേമാതിരി അഫിനിയാസ്, ഈ ലേഡി, ഇവരൊക്കെ ഇവര് നിർത്തുന്നതിന്റെ ക്രൈറ്റീരിയ എന്താന്ന് ഞാൻ പറയുന്നത്, ഞാൻ ജഡ്ജാണെങ്കിൽ ഞാൻ ഇവരെ പറഞ്ഞേക്കില്ല, ഈ അനഘേനെയും ഞാൻ പറഞ്ഞേക്കില്ല, പൂജേനെയും പറഞ്ഞേക്കില്ല. മറ്റേ അമലിനെ എന്തായാലും തട്ടും. കാരണം എന്താ അറിയോ, അമൽ ഇതിനിടയിൽ ഫുൾ കോമഡി ഉണ്ടായി. അല്ല, അമലും ഇതിനിടയിൽ ഇതായ അമലിന്റെ വിറ്റേക്കണം. അമല് ഞാൻ പറഞ്ഞ കിളി പോയ അതിന് എന്തോ കാണിച്ചു, അമല് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു കണ്ടോട്ടാ. അത് അതിലേറെ രസമാണ്. അതെ, എന്തൊക്കെയാ കാണിക്കേണ്ടത് അറിയില്ല. അതൊക്കെ ആ ചെക്കൻ ആകെ ഹൈപ്പർ അടിച്ചിട്ട് ഇവൻ എന്താ കാണിക്കണ്ടേന്ന് അറിയില്ല. പറയാനും സമയം കിട്ടിയില്ല ഫ്ലോറിന്ന്. അപ്പൊ ഷർട്ട് ഒരു കാണിച്ചു, ഞാൻ മെൻഫിസിക്കാണോ കാണിച്ചു. ആ ചെക്കൻ കുറച്ച് എനിക്ക് തോന്നി ഓനൊക്കെ നിർത്തി ക്യാരക്ടർ പുറത്തു വന്നിരുന്നു. കുറച്ച് ക്യാരക്ടേഴ്സിനെയാ വേണ്ടത്. ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റിയാസ്, നിങ്ങളെ ക്യാരക്ടർ കിട്ടണമെന്ന്. പക്ഷെ ഇന്ന് ഇവർ സേവ് ചെയ്തതിൽ പല ആൾക്കാരുടെയും ക്യാരക്ടേഴ്സ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നണില്ല പലരുടെയും. പിന്നെ അടുത്ത ഔട്ടായത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഔട്ടായത് ഞാൻ പറഞ്ഞ മട്ടാഞ്ചേരിക്കാരില്ല, അത് എന്റെ ഫോണാണെങ്കിൽ എന്റെ പൊന്നു സ്നേഹം. അല്ല, പിന്നെ എന്റെ ഫോണല്ല, ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് വേറെ നാട്ടുകാരെ വഴിക്കുന്ന ഇവളെ ഫോൺ ഞാൻ സത്യം പലതും ചെയ്യും. പിന്നെ ഈ സാധനത്തിനകത്ത് ഞാൻ ഇത് വെച്ചിട്ട് നമ്മൾ ഈ റെഫറൻസിന് വെക്കുന്ന, പിന്നെ എനിക്ക് ടാബ് അതെടുത്താ പൊന്നാര സ്നേഹം അങ്ങനത്തെ വർത്താനൊന്നും പറയില്ല. ഒരു സാധനം ഒരാൾ ചോദിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ ഇവള് സ്ക്രീൻ റൊട്ടേഷൻ ഓളപാട്ട് സ്ക്രീൻ റൊട്ടേഷൻ ഒക്കെ ഓഫ് ആക്കി. ഒരു ഫോണിനകത്ത് ഒരു സ്ക്രീൻ റൊട്ടേഷൻ വേണ്ട. കാരണം അനക്ക് വേണ്ട. ഞാൻ ഈ സാധനത്തിന് ചോദിക്കുമ്പോ എനിക്ക് സ്ക്രീൻ റൊട്ടേഷൻ ഇല്ല, ശബ്ദമില്ല. 34 എങ്ങനെ ഫോൺ തരും, ഓൾ ഇഷ്ടത്തിന് തരും. എന്നിട്ട് ഇതിൽ ഒരു സെറ്റിങ്സും മാറ്റരുത്. ഞാൻ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെയ്യാ. പൊന്നാര മുത്ത എന്നാ പിന്നെ ഞാൻ ആ ടാബ് വെക്കില്ലായിരുന്നു. ഞാൻ ഈ കഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ റെഫറൻസ് മൊത്തം പാളിപ്പോയി. അങ്ങനെ കാണിക്കാറ്. ഇത് കിട്ടണില്ലേ, ഇത് കിട്ടണ്ടേ? മനുഷ്യന് പ്രാന്താണ്. റെഫറൻസ് എടുക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറയലുണ്ട് സായി ഇവളെ ഇതിനെ ഞാൻ സഹിക്കണൊരു അതിരില്ലേ. ക്യാമറ ഇവളിനെ കൊല്ലുവള്. ഭയങ്കര സീനാണ്. ഇതിലെ സ്ക്രീൻ റൊട്ടേഷൻ ഒക്കെ ഞാൻ ഓണാക്കിയിട്ടുണ്ടെങ്കിലോ ജിമ്മ് കയറി എന്റെ തലോളം അടിച്ചു ഞാൻ പറഞ്ഞു അഭിപ്രായം പറയണ്ട. മനുഷ്യ പ്രാന്ത് പിടിച്ച പോലെ കുറെ നേരം ഞാൻ തോന്നാൻ തുടങ്ങിയിട്ട്. ഇവിടെ വേറെ ബിഗ് ബോസ് നടക്കുന്നുണ്ട്. ഇപ്പോ ഇതൊന്നും ഞാൻ കട്ട് ചെയ്യൂല, അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ല. ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ നിന്ന് അടുത്തതായിട്ട് എലിമിനേറ്റ് ആവുന്നത് അസിയ. അതാണ് മട്ടാഞ്ചേരിക്കാരി അസിയ. നല്ല കണ്ടസ്റ്റന്റ്. പൂജ പോയി, അസിയും പോയി, അനഘയും പോയി, ഈ 3 ആളും പോയി. എന്നിട്ട് അവിടെ നിക്കണവരാരാ? ഞാനത് ആലോചിച്ചു നോക്കി. ഇവര് വേറെ വല്ല ക്രൈറ്റീരിയ ഉണ്ടാവും? എനിക്ക് അറിയില്ല അവരെ ക്രൈറ്റീരിയ എന്താ. ഫുഡ് വല്ലതും കൊടുക്കില്ലേ, പൈസ കൊടുക്കില്ലേ? അല്ല, ഇനിയിപ്പോ പൂജേനെ പുറത്താക്കുമ്പോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കേട്ടുകൊണ്ട് കേട്ടോ. അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് ഇവിടെ പറയുന്ന മത്സരാർത്ഥിയാണ് പൂജ. അഗ്രഷൻ ഇസ് നൈസ് ഇഫ് ഇറ്റ് ഇസ് വെൽ പ്ലേസ്ഡ്. അതിലൊരു മീറ്റർ ഉണ്ട് ആ സാധനത്തിന്. ആ മീറ്ററിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ അത് അഗ്രഷൻ അല്ല, ഇറ്റ് ബിക്കംസ് വയലൻസ്. ഇത്രയും അഗ്രഷൻ ഉള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് പൂജയുടെ ഒരു പരാജയമായിരുന്നു ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ഇതെല്ലാവർക്കും ഒരു വാർണിംഗ് ആയിക്കോട്ടെ. ബിക്കോസ് ഞങ്ങൾക്ക് പൂജ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് എടുത്ത് ചാച്ചാ ബൈ ബൈ പറയാമെങ്കിൽ ഞങ്ങൾക്ക് ആരെടുത്തും അത് പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച് പൂജ. വുഡ് യു ലൈക്ക് ടു അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതായത് ഇവരെന്താ ഉദ്ദേശിക്കുന്ന അറിയാം. ഇപ്പൊ ബിഗ് ബോസിന്റെ ചില എപ്പിസോഡുകളില്ലേ, ഏത് ഞങ്ങൾക്ക് ഒരു വിമർശനം വരുമല്ലോ, ഏത് നിങ്ങൾ ഫേവറേറ്റിസം കാണിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് നിങ്ങൾ സേഫ് ആക്കി, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുമ്പോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവരൊരു ഐറ്റം ഇടും. ആ ഐറ്റാണ് ഇപ്പൊ ഇട്ടത്. ഏത് ഈ ഷിജിനും മറ്റേ പൂജയും അവര് ഫസ്റ്റ് നിന്നപ്പോ അതാ ചോദിച്ചു രഞ്ജിനി,
ഈ 2 പേരെ മാത്രം നിർത്തി ലാസ്റ്റ് എന്നിട്ട് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ. അപ്പൊ ഇവർക്ക് അറിയാം ഈ 3-4 എപ്പിസോഡ് ആകുമ്പോൾ ഇവർ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉള്ള 2 ആൾക്കാരാ സ്ട്രോങ് കണ്ടസ്റ്റൻസാ. ഇവിടെ സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ പുറത്താക്കിയിട്ട് പിന്നെ എന്ത് ഷോ? അല്ല ഞാൻ ചോദിക്കും, സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടാണ് ഷോ മുന്നോട്ട് പോകേണ്ടത്. സ്ട്രോങ്ങിനെ കൊണ്ടുപോയി എലിമിനേഷനിൽ നിർത്തിയിട്ട്, അതും ഇത് ജനങ്ങളെ വോട്ട് കൊണ്ടുള്ള എലിമിനേഷൻ ഒന്നും അല്ലല്ലോ. ആണോ? ഇങ്ങളപ്പുറത്ത് വേറെ 2-3 ആൾക്കാരെ സേവ് ചെയ്തു. ഞാൻ കണ്ടിട്ടില്ലടേ ഈ 4ാമത്തെ എപ്പിസോഡ് ആയപ്പോൾ ഇവര് വല്ല പുല്ലും ചെയ്തതായിട്ട് എന്റെ അറിവില്ല. ഇതാ പറഞ്ഞത്, ഇപ്പൊ ഈ പറയുമ്പോഴൊരു കോൺട്രഡിക്ടറി സാധനം വരും. ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവര് കണ്ടു, നമ്മൾ കാണുന്നില്ല. പക്ഷെ കാണികൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ എന്നുള്ള രീതിക്ക് നമ്മള് ടാസ്ക് കാണുന്നുണ്ടോ? ടാസ്കിന്റെ ഇടയിൽ വെട്ട് വരുന്നില്ലല്ലോ. പക്ഷെ ടാസ്ക് കുറെ നേരം ഉണ്ടാവും. അത് ഇതൊക്കെ പെട്ടെന്ന് ഇത് മറ്റേ ബിഗ് ബോസിലെ ശരിക്കും റിയൽ OG ബിഗ് ബോസിലുള്ള പോലെ ടൈം എടുക്കുന്ന ടാസ്ക് അല്ല. ഇത് മൊത്തം ടാസ്ക് കാണിച്ചേ പറ്റൂ, വെട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തം ടാസ്ക് കണ്ടത് തന്നെ ഈ പറഞ്ഞ പൂജയോ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ഈ ഔട്ടായ പെൺകുട്ടിയിൽ വരുന്നേന്ന് അഫിയ അതേപോലെ അനഘ ഇങ്ങനെയുള്ള ആൾക്കാര് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരെക്കാൾ മോശം പെർഫോം ചെയ്ത ആൾക്കാരെ പിടിച്ച് സേവ് ചെയ്ത് വിടും ചെയ്തു. അത് എസ്പെഷ്യലി പൂജ അതെന്തോ ഞങ്ങളെന്തോ സംഭവമാണ്. അല്ലെങ്കിൽ ഈ ഷോയിൽ ഇങ്ങനെ സ്ട്രോങ് ആൾക്കാരെ പുറത്താക്കണത് എന്ത് ഷോ? ഈ ബിഗ് ബോസിന്റെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടാണ് എനിക്കറിയില്ല. കാരണം അവർക്ക് ഇന്ന ആൾക്കാരെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവോ? അല്ല സീരിയസ് ആയിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചു പൂജേനെ എടുത്ത് പുറത്ത് കളയണേക്കാൾ നല്ല. പൂജയ്ക്ക് ഒരു 2-3 എപ്പിസോഡും കൂടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ കച്ചറി അടിയുണ്ടായി. അവിടെ അഗ്രഷൻ കറക്റ്റ് പ്ലേസ് ചെയ്യണമെന്നാണ് രഞ്ജിനി പറഞ്ഞത്. ബിഗ് ബോസ് വീടിനകത്തേക്കല്ലേ ഇവരെ കയറ്റി വിടാൻ പോണത്, അതായത് അമ്പലത്തേക്ക് തൊഴാൻ വിടുന്നൊന്നുമല്ലല്ലോ. ആണോ? അല്ല ഞാൻ ചോദിക്കും, ഇവർ ഈ കണ്ടസ്റ്റൻസിന് അഗ്നിപരീക്ഷ കഴിഞ്ഞിട്ട് കയറ്റി വിടുന്നത് ബിഗ് ബോസ് ഹൗസിനകത്തേക്കല്ലേ? അവിടെ ആരാണ് കൺട്രോൾഡ് അഗ്രഷൻ കാണിക്കാറ്? ആര് കാണിക്കും കൺട്രോൾഡ് അഗ്രഷൻ? അവിടുത്തെ കണ്ടസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ കൺട്രോൾ ഇല്ലാത്ത അഗ്രഷൻസേ വരുള്ളൂ നമുക്കല്ലേ. അതാണ് ഏറ്റവും കൂടുതൽ വരിക. അതാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ക്യാമറയിൽ കിട്ടുക. അതാണ് കൂടുതൽ ആൾക്കാരായിട്ട് കോൺട്രവേഴ്സി ആവുക. അതാണ് ചർച്ചയിൽ വരിക. ആൾക്കാർ നമ്മളെ ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് എത്ര വട്ടം നമുക്ക് അടി കൂടുന്നതാണ് കാണേണ്ടത്. കാരണം നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എനിക്ക് അടി മാത്രമല്ല സ്നേഹം, ഗ്രൂമേഴ്സ്. ഇപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എന്തല്ല ജഡ്ജസ് മാത്രമല്ല, ദേ ആർ ഗ്രൂമിങ്. അതായത് മെന്റേഴ്സ് ആണ്, ഗ്രൂമേഴ്സ് ആണ് അവര്. നിങ്ങൾ ഗ്രൂം ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താ? നിങ്ങൾ മറ്റേ ശാന്ത സ്വഭാവമുള്ള മുനി സ്വഭാവമുള്ള ആൾക്കാരെ ഇപ്പൊ ഇന്നെ പോലെ മുനിയായിട്ട് കയറി പോയിട്ട് അവിടുന്ന് ഊക്ക് വാങ്ങി തിരിച്ചു വരികയാണോ ഈ കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത്? ഓർമ്മിപ്പിക്കല്ലേ? അല്ല ഞാൻ സീരിയസ്, ഞാൻ ഇന്നെ ഊക്കിയിട്ടാണെങ്കിലും ഞാൻ പറയുകയാണ്. ഇന്നെ പോലെ ഞാൻ വളരെ കാഷ്വലായിട്ട് കൂളായിട്ട് അതിന്റെ ഉള്ളിൽ പോയിരുന്ന പോലെ ഒരു മുനി പോലെ പോയിരുന്നിട്ട് ഈ കണ്ടസ്റ്റൻസ് ചെയ്തു വരണോ? ഒരിക്കലല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് പഠിച്ച പാഠം അല്ലെങ്കിൽ ആളുകളുടെ എന്താന്നുള്ള എനിക്കിപ്പോ സംഗതി മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഐ വാസ് റോങ്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഞാൻ പറയുന്നത് അപ്പൊ തെറ്റ് തിരുത്തണ്ടേ? ഇവര് പറഞ്ഞു കൊടുക്കണ്ടേ? എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് ഈ മറ്റേ വെൽ സ്പോക്കൺ, വെൽ ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജഡ്ജായിട്ട് വന്നത് നിങ്ങൾ ആ ഷോ ജയിച്ചതിന്റെ ഒരു പാറ്റേൺ അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. സോ ഓബിയസ്ലി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ അതിനകത്ത് പോയാൽ എന്താ, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാൻ ഭയങ്കര അട്ടർലി ഡിസപ്പോയിന്റഡ് ആണ് ഇന്നത്തെ ഈ കഴിഞ്ഞ എപ്പിസോഡിന്റെ എലിമിനേഷൻ. എനിക്ക് അഗ്നിപരീക്ഷ അടിപൊളി കോൺസെപ്റ്റ് ആണ്, നല്ല കോൺസെപ്റ്റാ. നല്ല അത്യാവശ്യം എന്താ അറിയോ, ഈ തമിഴിലെയും തെലുങ്കിലൊക്കെ അഗ്നിപരീക്ഷ മോനെ ടാസ്ക് ഒക്കെ കാണണം. ഒരു റൂം ഫുള്ള് കസാല ഇട്ട് കൊടുത്തിട്ടേ പോയി ഇരുന്നോറ് തച്ചിട്ട് തമ്മിലടിച്ച് കസാലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ അതില്ല, ഇവിടെ അതൊന്നും ഇല്ല. തെലുങ്കിലൊക്കെ ഒരുത്തം വന്നിട്ട് 6 പാക്ക് ഒക്കെ പിടിച്ച് എന്തോ പറഞ്ഞു ജഡ്ജി പറഞ്ഞപ്പോ ജഡ്ജിനോട് പൂര കച്ചറങ്ങട്ട് ഓൻ പോയി പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയാ, ഇവിടെ ജഡ്ജിനോടൊന്നും പറഞ്ഞുകൂടാ. ഇവിടെ അങ്ങനെയൊക്കെയാ. തെലുങ്കിലും തമിഴിലൊന്നുമില്ല, ജഡ്ജിനോടൊക്കെ പറയും. അവർക്ക് ജഡ്ജി ഒന്നും ഒരു വിഷയമല്ല. ഇവിടെ ജഡ്ജിനോട് മുണ്ടി പോയാൽ ഇവിടെ ജഡ്ജിനോട് പറഞ്ഞാൽ രഞ്ജിനി ഷട്ടാന്ന് പറയും. വായത്തിന് മറ്റേതായിട്ട് ഒച്ചുണ്ടാക്കിയിട്ടില്ല. മറ്റത് കമോൺ, ഞാൻ പറഞ്ഞല്ലോ മെന്റേഴ്സ് ആണ് നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ചിടുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതായില്ല അൺഫോർച്ചുനേറ്റ്ലി. ഇനി കണ്ടറിയാം, ഇനിയത്തെ ആൾക്കാരൊക്കെ ഇനി നല്ല ചെയ്താല് ഉണ്ടാവും വിചാരിക്കുന്നു. നോക്കാം, ലെറ്റ്സ് സീ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇനി രാത്രി കാണാം. ഇതിപ്പോ ഇന്ന് ടിവിയിൽ ഉണ്ടാവോ? എനിക്കറിയില്ല, ഞാൻ ടി വി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് അറിയാനും പാടില്ല. അപ്പൊ ഓക്കെ, ബൈ.